ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വിതിൻ 10 to 15 മിനിറ്റ്സ് അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താ വീഡിയോ എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബൈ. അപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ആയിട്ട് ചേച്ചി ദുബായിലായതുകൊണ്ട് ചേച്ചിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ കുറച്ച് പേര് കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഓർത്തത് കുരുവിള സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ വന്നേക്കാണ്. അപ്പോൾ അവിടെ ഒരു ഓൾമോസ്റ്റ് 50 പേരൻസ് ഉണ്ട്. 50 പേരും 24 ചാച്ചന്മാരും 23 അമ്മമാരും ഉണ്ട്. അപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്കൊരു അച്ഛൻ പാട്ട് പാടി തരുന്നുണ്ട്. ആ പാട്ടൊന്ന് കേട്ട് നോക്കട്ടെ. പിന്നെ കുറേ പേര് വാർത്ത വായിക്കുന്നുണ്ട്, കുറേ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടു നോക്ക്. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അമ്പലത്തേനും ചല്ലിമോ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ, ചെമ്പരത്തെ പൂവേ ചൊല്ലു ദേവനെ നീ കണ്ടോ, അമ്പലത്തേനും ചല്ലിമോ പൂങ്കാറ്റ് പോയി ചൊല്ലാമോ. അവിടുത്തെ അച്ചാച്ചന്മാർക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരാണ്. പലരും പല വീട്ടിൽ നിന്നും പല സാഹചര്യത്തിൽ നിന്നും വന്നതായതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെ സ്വഭാവം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥനാ മുറി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടതുപോലെ വാങ്ങിച്ച ബ്ലാങ്കറ്റ്സൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ്സ് കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അത്ര വലിയ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ വലിയ പൊതിച്ച് കിടക്കാൻ തണുപ്പിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലാങ്കറ്റ്സോ കമ്പിളികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കൊണ്ട് പോയപ്പോൾ അവിടെ ഓരോരുത്തർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ ഫേസ് കണ്ടറിയാൻ പാടില്ല. അമ്മ ഇത് ചിരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പോഴും അവർ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം അവർക്കുണ്ടോ ഇവർക്കുണ്ടോ എന്നുള്ളതാണ്. അത് ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് അച്ചാച്ചന്മാർ ഒരാൾക്ക് യൂറിനൽ ബ്ലാഡറിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉള്ളത് കാരണം അവരെ ഈ റൂമിൽ പൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വികൃതിയുള്ള അച്ചാച്ചന്മാരെയൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ. കാരണം ഇവർ സ്വന്തം കാര്യം മാത്രമല്ലാതെ മറ്റവർക്ക് കിട്ടുന്നുണ്ടോ എന്നും കൂടെ അന്വേഷിക്കാനുള്ളൊരു മനസ്സാക്ഷിയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ 2 അച്ചാച്ചന്മാർ നമ്മൾ ഫുഡ് കൊടുക്കാറിയപ്പോഴത്തേനും വഴക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുമായിരുന്നു. ഭയങ്കര കുറുമ്പാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവർ ഇവിടെ നോക്കുന്ന ഫാദറും പിന്നെ അമ്മായി. അപ്പോൾ ആൻറ്റിയൊക്കെ പറയുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കുഞ്ഞു പിള്ളേരെ എങ്ങനെ നോക്കുന്നു അതുപോലെ കാര്യമായിട്ട് നോക്കുന്ന കുറച്ച് പേരാണല്ലോ ഇവർ. അപ്പോൾ അതേ കുഞ്ഞുങ്ങളുടെ അതേ കുസൃതിയും കുറുമ്പൊക്കെ ഇവിടെയും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് മൈക്കിൾ അച്ചാച്ചൻ. അപ്പോൾ മൈക്കിൾ അച്ചാച്ചൻ നമുക്കൊരു പാട്ട് കേട്ടല്ലോ. അടിപൊളിയായിട്ട് പാട്ട് പാടും. മൈക്കിൾ അച്ചാച്ചൻ മാത്രമല്ല, കഴിവ് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അച്ചാച്ചൻ നമ്മുടെ പേരൊക്കെ ചോദിച്ചു, ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. നമ്മളൊന്ന് ഇരുന്നിട്ട് അടിപൊളിയായിട്ട് പാട്ട് പാടിത്തരാം. അപ്പോൾ ഇനി വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യാതെ പാട്ടിടുന്നുണ്ട്. അപ്പോൾ കുറേ പാട്ടുകൾ പാടിത്തന്നു. അതൊക്കെ ഇങ്ങനെ പയ്യെ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ട് പോകാൻ കാരണം വേറെ എന്ത് അഡീഷണൽ പാട്ട് കയറ്റുന്നതിനേക്കാളും നല്ലത് അച്ചാച്ചൻ്റെ പല പാട്ടുകളും കയറ്റുന്നതാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ അതൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ട് പോകാം. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു, കുളം പടിക്കേട്ടു കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളം പടി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ 2 കുവലയ പൂക്കൾ വിടർന്നു, കുയിലിൻ്റെ മണിനാദം കേട്ടു. മാനത്തെ മായാവനത്തിൽ നിന്നും മാലാക മണ്ണിലിറങ്ങി, മാനത്തെ മായാവനത്തിൽ നിന്നും മാലാക മണ്ണിലിറങ്ങി, അമിഴിത്താമരപ്പൂവിൽ നിന്നും
ആശാപരാഗം പടർന്നു വർണ്ണരാഗപരാഗം എൻ്റെ ജീവനിൽ പുല്ലി പടർന്നു കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുറുമൊഴി മുല്ല പൂക്കാട്ടിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു കുയിലിൻ്റെ മണിനാദം കേട്ടു ആരണ്യ സുന്ദരി ദേഹം ചർച്ചല പോലെ സുന്ദരി ദേഹം ചാർത്തുമാതിര മൂർച്ചല പോലെ ഈ കാട്ടുപൂന്തൻ തരുവീമെന്നും ഇളവയിൽ പൊന്നിൽ തിളങ്ങി ഈ നദി തീരത്തു നീയാം സ്വപ്നമീനു കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുറുമൊഴി മുല്ല പൂക്കാട്ടിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു കുയിലിൻ്റെ മണിനാദം ഇനി ഒരു ഈശപ്പാട്ട് പാടിത്തരോ? അർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ട് മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ടു ലക്ഷ. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കുറുമ്പുണ്ടെന്ന് പറഞ്ഞ അച്ചച്ചന്മാരാണിത്. ഇവിടെയുള്ള അച്ചച്ചന്മാർക്ക് ഇച്ചിരി കുറുമ്പ് കൂടുതലായത് കാരണം അവരൊന്ന് പൂട്ടിയിട്ടേക്കാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ അച്ചച്ചൻ എപ്പോഴും പുറത്തേക്ക് ഓടിപ്പോവും. ആൾക്ക് ബീഡി അത് നിർബന്ധമാണ്. അത് കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ ബീഡി വലിക്കാൻ കിട്ടുന്നത് വരെ അകത്തേക്ക് തിരിച്ച് കയറത്തില്ല. ഇച്ചിരി കുറുമ്പൊക്കെ കൂടുതലുള്ള കാരണം പൂട്ടിയിട്ടേക്ക്. പക്ഷേ അതിനൊന്നും ഒരു പരാതിയില്ല കേട്ടോ, കാരണം ആൾക്കറിയാം എൻ്റെ കയ്യിലിരിപ്പം അത്ര ശരിയല്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്നാൽ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ അച്ചാച്ചന്മാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതെന്താണ് നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ എന്താ കൊണ്ടുപോയെന്നൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബിക്കോസ് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.